നിമിഷപ്രിയയുടെ മോചനത്തിനായി സുപ്രീം കോടതിയിൽ ഹർജി നൽകി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. കേന്ദ്ര സർക്കാർ അടിയന്തര നയതന്ത്ര ഇടപെടൽ നടത്തണമെന്ന് ഹർജിയിൽ പറയുന്നു. ദിയാധന ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും ഹർജിയിൽ ആവശ്യം. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി യമന്റെ ഗൾഫ് ഡിവിഷൻ അഡീഷണൽ സെക്രട്ടറി അസിം ആർ മഹാജനുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസാരിച്ചു. നിമിഷപ്രിയയുടെ കാര്യത്തിൽ എല്ലാവിധ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് സെക്രട്ടറി ഗവർണറെ അറിയിച്ചു. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയാണ് ചേരുന്നത്. ഷപ്ന, നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിനായി രാജ്യത്ത് നിന്ന് പൊതുവെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ബുധനാഴ്ച നടപ്പാക്കും എന്നാണ് വിവരം. അതായത് 16-ാം തീയതിയാണ് വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ യമൻ പൗരനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എല്ലാ മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിയമപരമായ മാർഗങ്ങൾ ഇനിയുള്ള ഏക മാർഗം ഈ യമൻ പൗരന്റെ വീട്ടുകാർ, കുടുംബം മാപ്പ് നൽകുക എന്നതാണ്. അതിനായി ദിയാധന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി വന്നിട്ടുള്ളത്. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ ഒരു പക്ഷേ വധശിക്ഷ ഒഴിവാക്കി കിട്ടും എന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ $10 ലക്ഷം ഇത്തരത്തിൽ ഈ കുടുംബത്തിന് നൽകാം എന്ന് നേരത്തെ തന്നെ സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവർ വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഹർജി നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ്. കേന്ദ്ര സർക്കാർ അടിയന്തരമായ നയതന്ത്ര ഇടപെടൽ നടത്തണം. ദിയാധന ചർച്ചകൾക്കായി കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം, അതിൽ ഇടപെടണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും ബുധനാഴ്ച വരെയാണ് ഇനി സമയമുള്ളത്. ഈ വധശിക്ഷയുടെ ഉത്തരവ് നിമിഷപ്രിയയ്ക്കും അതോടൊപ്പം തന്നെ ജയിലിലും അറിയിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഏതായാലും എത്രയും പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കം നടത്തിയാൽ മാത്രമേ ഈ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അടിയന്തരമായി ഹർജി എത്തിയത്. സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമാണുള്ളത്. ജൂലൈ 16-നാണ് വധശിക്ഷ നടപ്പാക്കുക. അതിനു മുമ്പ് കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള ശ്രമങ്ങൾ, കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് ഫലം കാണട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. ഈ ഘട്ടത്തിൽ ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.